നാട്ടിൽ ആരുമായും അടുത്ത ബന്ധം പുലർത്താത്ത ലിജേഷ് പഠിച്ച കള്ളനാണ് പോലീസ്. നല്ല വെൽഡിംഗ് തൊഴിലാളിയായ ലിജേഷ് 40 മിനിറ്റാണ് മോഷണത്തിനായി ആകെ ഉപയോഗിച്ചത്. ആദ്യ 15 മിനിറ്റിനുള്ളിൽ തന്നെ ജനൽ അടർത്തുമാറ്റി വീടിൻ്റെ അകത്ത് കയറി മോഷണ ശ്രമം ആരംഭിച്ചു. ആദ്യം 2 റൂമുകളിൽ കയറിയെങ്കിലും അവിടുന്ന് ഒന്നും കിട്ടിയില്ല. താക്കോലിൻ്റെ അടിസ്ഥാനത്തിലാണ് ലിജേഷ് ലോക്കറുള്ള റൂമിൽ കയറിയത്. രണ്ടാമത്തെ റൂമിൽ നിന്ന് ലഭിച്ച താക്കോൽ ഉപയോഗിച്ച് ലോക്കർ തുറക്കാൻ ശ്രമിച്ചു. എന്നാൽ അത് തുറന്നു വരാന്തയോടെ ലിജേഷ് കൊണ്ടുവന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് ലോക്കർ തുറക്കുകയായിരുന്നു. തുടർന്ന് അതിലും നിന്ന് ലഭിച്ച പണവും ആഭരണങ്ങളും ചാക്കുകളിലാക്കി സ്വന്തം വീട്ടിലെ ടെറസിലെത്തിച്ച് അവിടെ തന്നെ സൂക്ഷിച്ചു. മോഷണത്തിന് ഉപയോഗിച്ച വസ്ത്രങ്ങളും ഗ്ലൗസും എല്ലാം ടെറസിൽ തന്നെ ഉപേക്ഷിച്ച് ലിജേഷ് സ്ഥിരമായി ഉപയോഗിക്കാറുള്ള വസ്ത്രങ്ങളും മുണ്ടും ഷർട്ടും ധരിച്ചു. തുടർന്ന് CCTVയിൽ കാണുന്നതുപോലെ ഫോൺ വിളിച്ച് കവർച്ച നടന്ന വീടിൻ്റെ മുന്നിലൂടെ നടന്നു. പിന്നീട് പുതിയ തെരുവിലൂടെ മെഡിക്കൽ ഷോപ്പിലെത്തി മരുന്നും വാങ്ങുകയും തിരിച്ച് വീട്ടിലെത്തി കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്തു. ലോക്കർ തുറക്കാനായി ഉപയോഗിച്ച ഒളി വീട്ടിൽ നിന്നും മറന്നു വെച്ചതോടെ 12 ലിജേഷ് വീണ്ടും അഷ്റഫിൻ്റെ വീട്ടിൽ കയറി. എന്നാൽ ഒളി കണ്ടെത്താൻ കഴിഞ്ഞില്ല. CCTV ക്യാമറയിൽ ദൃശ്യം വരാതിരിക്കാൻ ലിജേഷ് ക്യാമറ തിരിച്ചു വെച്ചിരുന്നു. ലോക്കർ റൂമിൻ്റെ സൈഡിലേക്ക് ക്യാമറ തിരിച്ചു വെച്ചതും ലിജേഷിനെ കുടുക്കി. ലിജേഷ് ലോക്കർ തുറക്കുന്നതും പണം സ്വീകരിക്കുന്നതും CCTVയിൽ പതിഞ്ഞിരുന്നു. 21-ന് വീണ്ടും ആഭരണവും സൂക്ഷിക്കാനുള്ള ലോക്കർ ലിജേഷ് നിർമ്മിച്ചത്. ഭാര്യയും അമ്മയും ആശുപത്രിയിൽ പോയതോടെ ആ സമയത്ത് 1 മണിക്കൂർ കൊണ്ട് നിർമ്മിച്ച ലോക്കർ പണവും ആഭരണങ്ങളും മാറ്റുകയായിരുന്നു. ശേഷം മോഷണത്തിന് ഉപയോഗിച്ച വസ്ത്രങ്ങൾ ടെറസിൽ വെച്ച് തന്നെ കത്തിച്ചു. ഗൾഫിൽ കാർഗോ ബിസിനസ് നടത്തുന്ന നിയാസ് എന്നയാളുടെ വീട്ടിലായിരുന്നു അന്നത്തെ ആ കവർച്ച. ആ വീട്ടിൽ വെൽഡിംഗ് തൊഴിലാളിയായ പ്രതി നിർമ്മാണ പ്രവർത്തികൾ നടത്തുകയായിരുന്നു. മേൽക്കൂരയിൽ ഇയാൾ തന്നെ ഇട്ട ഷീറ്റ് ഇളക്കി മാറ്റിയാണ് അകത്ത് കയറി മോഷണം നടത്തിയത്. കീച്ചേരിയിലെ വീട്ടുടമ ഹൃദയാഘാതം വന്നു മരിച്ചു. കുറച്ച് ദിവസം മുമ്പായിരുന്നു ആ കവർച്ച. അവിടെ നിന്ന് ലിജേഷ് 11 പവനും 4.5 ലക്ഷം രൂപയും മോഷ്ടിച്ചിരുന്നു. അന്ന് തൊണ്ടി മുതൽ കണ്ടെത്താനോ പ്രതിയെ പിടികൂടാനോ സാധിച്ചിരുന്നില്ല. വിരലടയാളം പോലീസ് സൂക്ഷിച്ചു വെച്ചിരുന്നു. അഷ്റഫിൻ്റെ വീട്ടിൽ നിന്ന് സ്വർണവും പണവും മോഷണം പോയതോടെ സമാന മോഷണ സംഭവങ്ങളിലേക്ക് പോലീസ് അന്വേഷണം നടത്തി. ഇതോടെ കീച്ചേരിയിലെ മോഷണം പരിശോധിച്ചത്. ഈ മോഷണം നടക്കുന്ന വേളയിൽ CCTVയുടെ മോഷ്ടാവിൻ്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. ഇതിൽ കഷണ്ടിയുള്ള ആളാണ് മോഷ്ടാവ് എന്ന് വ്യക്തമാക്കി. അങ്ങനെയാണ് 2 മോഷണവും തമ്മിലുള്ള താരതമ്യം പോലീസ് നടത്തിയത്. ഇത് കേസന്വേഷണത്തിന് വഴിത്തിരിവായി. ലിജേഷിൻ്റെ വിരലടയാളവും മായാതോടെ പ്രതി ഇയാൾ തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ചു. ലിജേഷിൻ്റെ ഫോൺ വാങ്ങി പരിശോധിച്ചപ്പോൾ വളപട്ടണം കവർച്ചയുടെ വാർത്തകൾ നിരന്തരം തെരഞ്ഞുകൊണ്ടിരിക്കുന്നു. നാട്ടിൽ മാന്യമായ ലിജേഷിനെ കവർച്ചാ കേസിൽ പിടിച്ചതിൻ്റെ ഞെട്ടലോടെ നാട്ടുകാർ. അടുത്ത സുഹൃത്തുക്കൾ ആരുമില്ലെങ്കിൽ നാട്ടുകാരൊക്കെ നല്ല രീതിയിലാണ് ലിജേഷിൻ്റെ പെരുമാറ്റം. വീട്ടിലാർക്കും ലിജേഷിന് ഇത്തരത്തിൽ ഒരു സ്വഭാവമുള്ളതായി അറിയില്ല. പോലീസ് തൊണ്ടി മുതൽ തേടി വീട്ടിലെത്തിയപ്പോഴാണ് കുടുംബം ലിജേഷിന് മോഷണം നടത്തിയതെന്നാണ് അറിഞ്ഞത്. 2009 2 വർഷത്തെ പ്രവാസ ജീവിതത്തിലാണ് ശേഷം നാട്ടിൽ വെൽഡിംഗ് ജോലി ചെയ്തുകയായിരുന്നു. സാമ്പത്തികമായി ഉയർന്ന നിലയിലാണ് ലിജേഷിൻ്റെ കുടുംബം. എന്തിനാണ് ഇത്തരത്തിൽ മോഷണം നടത്തിയതെന്ന് പോലീസിന് ഒരു വിവരവും കിട്ടുന്നില്ല. പുറത്തിറങ്ങിയ ദിവസം ലിജേഷിൻ്റെ വീട്ടിൽ പോലീസ് പോയിരുന്നു. അതേസമയം ലിജേഷിൻ്റെ തലയിലും ശരീരത്തിലും ചിലന്തി വല ഉണ്ടായിരുന്നു. ഇത് ശ്രദ്ധിച്ച പോലീസ് എന്ത് പറ്റിയതാണെന്ന് അന്വേഷിച്ചപ്പോൾ കൃത്യമായ മറുപടി ലിജേഷ് നൽകിയില്ല. അറ നിർമ്മിക്കുമ്പോഴോ മറ്റോ ആകാമെന്ന് സംശയത്തിലാണ് പോലീസ്.